Hello friends, welcome back to our channel Phoenix Excellence in Studies. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 സുവോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള അനിമൽ കിങ്ഡത്തിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫൈലം അനിലിയുടെ വരെയുള്ള ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇവയുടെ ഫോക്കസ് ചെയ്ത ടോപ്പിക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അപ്പോൾ കാണാൻ മറക്കല്ലേ. ഓക്കെ, ഇന്ന് നമുക്ക് അടുത്ത 5 ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് കൂടെ ഡിസ്കസ് ചെയ്യാം. ഫൈലം ആർത്രോപോഡയിലെ മാൽഫീഷ്യൻ ട്യൂബ്യൂൾസ്, എക്സാമ്പിൾസ് ഫോർ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ് ആൻഡ് വെക്ടേഴ്സ്. ഫൈലം ആർത്രോപോഡയിലെ മാൽഫീഷ്യൻ ട്യൂബ്യൂൾസും എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സിനും വെക്ടേഴ്സിനും എക്സാമ്പിൾസും പഠിക്കണം. അടുത്ത് ഫൈലം മൊളുസ്കയിൽ റാഡുലയും അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കണം. അതൊരു സിമ്പിൾ ടോപ്പിക്കാണ്. അത് കഴിഞ്ഞ് ഫൈലം എക്കൈനോഡെർമേറ്റയിലെ വാട്ടർ വാസ്കുലർ സിസ്റ്റവും അതിലെ എക്സാമ്പിൾസ് നോക്കണം. അതുപോലെ തന്നെ ഫൈലം കോർഡേറ്റയിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സും പഠിക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്, സോ ആരും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമുക്ക് കോർഡേറ്റയും നോൺ കോർഡേറ്റയും തമ്മിലുള്ള കമ്പാരിസൺ പഠിക്കണം. ഇത് ഇത്രയും ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫൈലം ആർത്രോപോഡ. ഇതിൽ മാൽഫീഷ്യൻ ട്യൂബ്യൂൾസും അതുപോലെ തന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സിനും വെക്ടേഴ്സിനും എക്സാമ്പിൾസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഈ ഫൈലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അനിമൽ കിങ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൈലമാണ് ഫൈലം ആർത്രോപോഡ. നമ്മുടെ അനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലമാണ് ഫൈലം ആർത്രോപോഡ. ഇൻസെക്ട്സ് ആണ് ഈ ഫൈലത്തിലെ മെയിൻ മെമ്പേഴ്സ്. ഇൻസെക്ട്സ് ആണ് മെയിൻ മെമ്പേഴ്സായിട്ട് പറയുന്നത്. ഫൈലം ആർത്രോപോഡ ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ദ അനിമൽ കിങ്ഡം വിച്ച് ഇൻക്ലൂഡ് ഇൻസെക്ട്സ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പോയിൻ്റ്, ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, അതാണ് മാൽഫീഷ്യൻ ട്യൂബ്യൂൾസ്. നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് മാൽഫീഷ്യൻ ട്യൂബ്യൂൾസ്. ഫൈലം ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽഫീഷ്യൻ ട്യൂബ്യൂൾസ്. അപ്പോൾ എന്താണ് മാൽഫീഷ്യൻ ട്യൂബ്യൂൾസ്? ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഫൈലം ആർത്രോപോഡ ഇസ് കോൾഡ് മാൽഫീഷ്യൻ ട്യൂബ്യൂൾസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫൈലത്തിലെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സിന് എക്സാമ്പിൾസ് പഠിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്. ആപ്പിസ്, ഹണി ബി, അതുപോലെ തന്നെ ബോംബിക്സ്, സിൽക്ക് വേം, പിന്നെ ലാസിഫർ, ലാക്ക് ഇൻസെക്ട്. ഇത് ഇത്രയും നോക്കി വയ്ക്കുക. ഇനി വെക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അനോഫിലസ്, കുലെക്സ്, ഏദസ്, ഇങ്ങനെയുള്ള മൊസ്കിറ്റോസാണ് വെക്ടേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈലം ആർത്രോപോഡയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ദ അനിമൽ കിങ്ഡം വിച്ച് ഇൻക്ലൂഡ് ഇൻസെക്ട്സ്. ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ദി ഫൈലം ആർത്രോപോഡ ഇസ് കോൾഡ് മാൽഫീഷ്യൻ ട്യൂബ്യൂൾസ്. പിന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സിന് എക്സാമ്പിൾസ് ആണ് ആപ്പിസ്, ഹണി ബി, ബോംബിക്സ്, സിൽക്ക് വേം, ലാസിഫർ, ലാക്ക് ഇൻസെക്ട്. അടുത്ത വെക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് മൊസ്കിറ്റോ വെറൈറ്റീസായ അനോഫിലസ്, കുലെക്സ്, ഏദക്സ്. ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഫൈലം ആർത്രോപോഡ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ഫൈലം മൊളുസ്കയിലേക്ക് കിടക്കാം. മൊളുസ്ക എന്ന് പറയുന്നത് നമ്മുടെ അനിമൽ കിങ്ഡത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. ഫസ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്ന് വെച്ചാൽ ഫൈലം ആർത്രോപോഡ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് ഫൈലം മൊളുസ്ക. ഓക്കെ, ഫൈലം മൊളുസ്ക ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഫൈലം. ഇതിൽ നമുക്ക് റാഡുലയും അതിൻ്റെ എക്സാമ്പിൾസുമാണ് പഠിക്കാനുള്ളത്. റാഡുലയും എക്സാമ്പിൾസും. The animals belonging to this phylum has a file-like rasping organ for feeding called radula in the mouth. അപ്പോൾ എന്താണ് റാഡുല? മൊളുസ്കയുടെ മൗത്തിൽ കാണുന്ന ഒരു റാസ്പിംഗ് ഓർഗനാണ് റാഡുല. അതെന്തിന് ഹെൽപ്പ് ചെയ്യും? ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ദ അനിമൽസ് ബിലോങ്ങിങ് ടു ദിസ് ഫൈലം ഹാസ് എ ഫൈൽ-ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ് കോൾഡ് റാഡുല ഇൻ ദ മൗത്ത്. ഓക്കെ അല്ലേ? ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫൈലം മൊളുസ്കയിലെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പൈല അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ, പിങ്ക് ചാഡ, പേൾ ഓയിസ്റ്റർ, സെപ്പിയ അല്ലെങ്കിൽ കട്ടിൽ ഫിഷ്, പിന്നെ ലോലിഗോ അല്ലെങ്കിൽ സ്ക്വിഡ്, ഒക്ടോപ്പസ് അല്ലെങ്കിൽ ഡെവിൽ ഫിഷ്, അപ്ലീഷ്യ അല്ലെങ്കിൽ സീ ഹെയർ, ഡെൻറ്റാലിയം വേറൊരു പേര് ടസ്ക് ഷെൽ, പിന്നെ കെയ്റ്റോപ്ലൂറ, കൈറ്റൻ. ഈ എക്സാമ്പിൾസൊക്കെ തന്നിട്ട് ഏത് ഫൈലം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഓഡ് വൺ ഔട്ട് ഫൈൻഡ് ചെയ്യാനും ഒക്കെ ചോദിക്കും. സോ ഇത്ര എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫൈലം എക്കൈനോഡെർമേറ്റ. ഇതിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റവും എക്സാമ്പിൾസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ടർ വാസ്കുലർ സിസ്റ്റവും എക്സാമ്പിൾസും. ഓക്കെ, ഈ എക്കൈനോഡെർമേറ്റയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. എക്കൈനോഡെർമേറ്റ് എന്ന് പറയുന്ന ഫൈലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് എക്കൈനോഡെർമ്സ് ഈസ് ദ പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഇനി നമുക്ക് ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നൂടെ നോക്കാം. അത് ലോക്കോമോഷനെ, ഫുഡ് ക്യാപ്ചറിങ്ങിന്, ട്രാൻസ്പോർട്ടേഷന്, റെസ്പിറേഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനൊക്കെ?
ലോക്കോമോഷന്, ഫുഡ് ക്യാപ്ചറിങ്ങിന്, ട്രാൻസ്പോർട്ടേഷന്, റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ, ഹെൽപ്സ് ടു ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് എക്കൈനോഡെർമേറ്റ്സിൻ്റെ എക്സാമ്പിൾസ് കൂടെ പഠിക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അസ്റ്റീരിയാസ് അല്ലെങ്കിൽ സ്റ്റാർഫിഷ്, എക്കൈനസ് സീ അർഷിൻ, ആൻറ്റിഡൻ സീ ലില്ലി, കുക്കുമേറിയ സീ കുക്കുംബർ, ഒപ്ഹ്യൂറ അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാർ. സോ ഇത്രയും എക്സാമ്പിൾസ് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ കാണുന്ന ആ ഡയഗ്രാംസും കൂടെ ഒന്ന് നോക്കി വയ്ക്കണം. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് ഫൈലം കോർഡേറ്റയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് കൂടെ നോക്കാം. ഓക്കെ, ഫൈലം കോർഡേറ്റയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ്. Animals belonging to phylum Chordata are fundamentally characterized by the presence of a notochord, a dorsal hollow nerve cord, and a paired pharyngeal gill cells. ഓക്കെ, അപ്പോൾ ഫൈലം കോർഡേറ്റയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? എ നോട്ടോകോഡ്, എ ഡോർസൽ ഹോളോ നെർവ് കോഡ് ആൻഡ് പെയർഡ് ഫാരിൻഗൽ ഗിൽ സെൽസ്. ഈ 3 കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നോട്ടോകോഡ് കാണും, നെർവ് കോഡ് കാണും, അതുപോലെ തന്നെ പെയർഡ് ആയിട്ടുള്ള ഗിൽ സെൽസും കാണും. ഓക്കെ അല്ലേ? ഇനി ഇത് 3 കൂടാതെ വേറെ എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് ഫൈലം കോർഡേറ്റയിൽ കാണുന്നതെന്ന് നോക്കാം. ബയലാറ്ററൽ സിമെട്രിയാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? ബയലാറ്ററൽ സിമെട്രിയാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. And they possess a post-anal tail and a closed circulatory system. Possess a post-anal tail and a closed circulatory system. ആ സൈഡിൽ കാണുന്ന ഫിഗർ കൂടെ നോക്കുക. കോർഡേറ്റയുടെ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഫിഗറാണത്. അതിൽ നോക്കുമ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് അതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. നെർവ് കോഡ് കാണിച്ചിട്ടുണ്ട്, നോട്ടോ കോഡ് കാണിച്ചിട്ടുണ്ട്, ഗിൽ സെൽസും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പോസ്റ്റ് ആനൽ പാർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രാമാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ഡയഗ്രാമും കൂടെയാണ്. സോ അത് നന്നായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ അല്ലേ? സോ ഫൈലം കോർഡേറ്റയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? Animals belonging to phylum Chordata are fundamentally characterized by the presence of a notochord, a dorsal hollow nerve cord, and a paired pharyngeal gill cells. These are bilaterally symmetrical, triploblastic, coelomate with the organ system level of organization. They possess a post-anal tail and a closed circulatory system. ഓക്കെ അല്ലേ? ഇത്രയുമേ ഉള്ളൂ ഫൈലം കോർഡേറ്റ. അതുപോലെ തന്നെ അതിലെ ഡയഗ്രാം കൂടെ നോക്കാൻ മറക്കരുത്. ഓക്കെ, അടുത്ത് നമുക്ക് കോർഡേറ്റ്സും നോൺ കോർഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. കമ്പാരിസൺ ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. കോർഡേറ്റ്സിൽ നോട്ടോ കോഡ് കാണും, എന്നാൽ നോൺ കോർഡേറ്റ്സിൽ നോട്ടോ കോഡ് ആബ്സെൻ്റ് ആണ്. നോട്ടോ കോഡ് ഈസ് പ്രസൻറ്റ് ഇൻ കോർഡേറ്റ്സ് വൈൽ നോട്ടോ കോഡ് ഈസ് ആബ്സെൻ്റ് ഇൻ നോൺ കോർഡേറ്റ്സ്. ഓക്കെ, അടുത്ത സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ, ഹോളോ ആൻഡ് സിംഗിൾ ഇൻ കോർഡേറ്റ്സ് വൈൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ ഇൻ നോൺ കോർഡേറ്റ്സ്. കോർഡേറ്റ്സിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ, അതായത് പോസ്റ്റീരിയർ അല്ലെങ്കിൽ ബോഡിയുടെ ബാക്ക് പോർഷനിൽ കാണും. ഹോളോ ഓർ എംറ്റി ആയിരിക്കും, അതുപോലെ തന്നെ സിംഗിൾ ആയിരിക്കും. എന്നാൽ നോൺ കോർഡേറ്റ്സിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ, അതായത് ആൻറ്റീരിയർ അല്ലെങ്കിൽ ബോഡിയുടെ ഫ്രണ്ടിൽ കാണും. സോളിഡാണ്, അതുപോലെ തന്നെ ഡബിളും ആണ്. ഓക്കെ അല്ലേ? Central nervous system is dorsal, hollow and single in chordates, while central nervous system is ventral, solid and double in non-chordates. Okay അല്ലേ? അടുത്ത് pharynx perforated by gill cells in chordates, while gill cells are absent in non-chordates. കോർഡേറ്റ്സിൽ ഗിൽ സെൽസ് കാണും, എന്നാൽ നോൺ കോർഡേറ്റ്സിൽ ഗിൽ സെൽസ് ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ ഹേർട്ട് ഈസ് വെൻട്രൽ ഇൻ കോർഡേറ്റ്സ് വൈൽ ഹേർട്ട് ഈസ് ഡോർസൽ ഇൻ നോൺ കോർഡേറ്റ്സ്. അടുത്ത് പോസ്റ്റ് ആനൽ പാർട്ട് അല്ലെങ്കിൽ ടെയിൽ ഈസ് പ്രസൻറ്റ് ഇൻ കോർഡേറ്റ്സ് വൈൽ പോസ്റ്റ് ആനൽ പാർട്ട് അല്ലെങ്കിൽ ടെയിൽ ഈസ് ആബ്സെൻറ്റ് ഇൻ കോർഡേറ്റ്സ്. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ ആണല്ലോ? So notochord is present in chordates while notochord is absent in non-chordates. Central nervous system is dorsal, hollow and single in chordates while central nervous system is ventral, solid and double in non-chordates. The pharynx is perforated by gill cells in chordates while the gill cells are absent in non-chordates. Heart is ventral in chordates while heart is dorsal in non-chordates if present. The post-anal part or tail is present in chordates while absent on non-chordates. Okay.
സോ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.